വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു 4 മണി പലഹാരം നോക്കിയാലോ. നല്ല ടേസ്റ്റുമാണ്, നല്ല ഈസിയുമാണ്. എന്നാൽ നമുക്ക് ഉണ്ടാക്കാൻ നോക്കിയാലോ. നമ്മുടെ നാട്ടിൽ കണ്ടിക്കിഴങ്ങെന്നാണ് ഇതിനെ പറയണത് കേട്ടോ. നിങ്ങളൊക്കെ നാട്ടിൽ ഇതിനെന്താ പറയണത്? മധുരക്കിഴങ്ങെന്നോ പിന്നെ സ്വീറ്റ് പൊട്ടാറ്റോ എന്നൊക്കെ പറയാറുണ്ട് നമ്മൾ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതിനെ കണ്ടിക്കിഴങ്ങെന്നാണ് പറയണത്. അപ്പോൾ കണ്ടിക്കിഴങ്ങ് ഒരു വലിയ കണ്ടിക്കിഴങ്ങാണ്. അപ്പോൾ അത് നന്നായിട്ട് കഴുകി അതിൻ്റെ തൊലിയൊന്നും കളയാതെ തന്നെയാണ് കേട്ടോ. നന്നായിട്ട് അതിന് പുറമേയുള്ള അഴുക്കും ഇതൊക്കെ കഴുകി തേച്ച് കഴുകി വട്ടം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമ്മൾ നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ ഒന്ന് ആവി വെച്ചെടുക്കണം. വെള്ളത്തിൽ മുക്കിയല്ല, അല്ലാണ്ട് നമ്മൾ തുളത്ത പാത്രം ഉണ്ടാവുമല്ലോ ഇഡ്ഡലി പാത്രത്തിൻ്റെ, അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് നമ്മൾ ആവി വെച്ചെടുക്കുന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് ആവി കയറ്റി കിട്ടും കേട്ടോ. ഒരു 5 മിനിറ്റ് മതിയാവും. 5 മിനിറ്റ് വേണ്ടി വരില്ല, അതിനു മുമ്പ് തന്നെ നമുക്ക് ആവി കയറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ മധുരക്കിഴങ്ങ് അങ്ങനെ അല്ലെങ്കിൽ കണ്ടിക്കിഴങ്ങ് അത് റെഡി ആയിട്ടുണ്ട്. നല്ല ആവി വറുക്കണ മധുരക്കിഴങ്ങ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും തിന്നാം. നമ്മളിങ്ങനെയൊക്കെ കഴിച്ചിട്ടുണ്ടാവും അല്ലേ. ഡയറക്റ്റ് നമ്മൾ കപ്പയൊക്കെ വേവിക്കണ പോലെ നമ്മൾ ഇങ്ങനെ കഴിച്ചിട്ടുണ്ടാവും. പക്ഷേ അതിൻ്റെ ഒപ്പം ഒരു ഇത്തിരി ചമ്മന്തിയും കൂടി ആയാലും മീൻപൊടിയായിട്ട്. അപ്പോൾ ചമ്മന്തി നമ്മൾ ചുട്ടിറച്ചി ചമ്മന്തി അങ്ങനത്തെ ചമ്മന്തി അല്ല, നമ്മൾ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ കയ്യിലുള്ള തട്ടുകൂട്ട് സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ചമ്മന്തി. അപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളി ഉണ്ടായിരുന്നില്ല. ഉള്ളി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഉള്ളി വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ടേസ്റ്റ് ഇത്രയും കൂടി കൂടുതലായിരിക്കും. അപ്പോൾ എൻ്റെ കയ്യിൽ സവോളയാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതൊക്കെ നമ്മൾ ആവിയിലൊക്കെ വേവിച്ച് നമ്മൾ ഇതങ്ങാട് ഒക്കെ കോരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ തൊലി ഒന്ന് പയ്യെ കളയണം. അപ്പോൾ ഞാൻ ആദ്യം കത്തി എടുത്തു. പിന്നെ ഓർത്തു എന്തിനാ കത്തി, നമ്മുടെ കയ്യിൽ നഖം ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേഗം തൊലി പൊളിച്ചെടുക്കാം. അങ്ങനെ വേഗം ഓരോന്നിൻ്റെ തൊലിയൊക്കെ പൊളിച്ചെടുത്ത് പിന്നെ നമ്മുടെ എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ചമ്മന്തിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. സവോളയാണ് എൻ്റെ കയ്യിലുള്ളതെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ സവോള വേഗം തൊണ്ടൊക്കെ പൊളിച്ചെടുക്കണേണ് കേട്ടോ. സവോള ഒരു സവോള മതിയാവും. നമുക്ക് എന്തോരം ഇതുണ്ട് അതനുസരിച്ചിട്ട് ഒരു വലിയ സവോള ആണെങ്കിൽ ഒരു സവോള മതിയാവും. ചെറിയ സവോള ആണെങ്കിൽ ഒരു 1.5 സവാള ഇത്രയൊക്കെ മതിയാവും കേട്ടോ. അപ്പോൾ നമ്മൾ സവോളയൊക്കെ അതേ തൊണ്ട് കളഞ്ഞ് എടുക്കണേണ്. എൻ്റെ മക്കൾ എൻ്റെ അടുത്തുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതാണ് ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞൊക്കെ നോക്കണം. അപ്പോൾ സവോള കുറച്ച് കേടുഭാഗം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതങ്ങോട്ട് ചെത്തിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് പലകയിൽ വെച്ചിട്ട് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണേനെ. അപ്പോൾ എത്ര ചെറുതാക്കി അരിയാൻ പറ്റണോ അത്രയും ചെറുതാക്കി അരിയാനാണ് നല്ലത്. അപ്പോൾ അത് ചെറിയ ഇതായിട്ട് ഉള്ളിയാണെങ്കിൽ ഇത്രയും കൂടി ടേസ്റ്റ് ആയിരിക്കട്ടെ. അപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളി ഇല്ലാഞ്ഞത് കാരണമാണ് ഞാൻ സവോള എടുത്തത്. ഉള്ളിയുള്ളവരാണെങ്കിൽ ഉള്ളി വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. 2 ടേസ്റ്റ് ആയിരിക്കട്ടെ. ഞാൻ 2 രീതിയിലും ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ 2 ചമ്മന്തി 2 ഇതിലും ചെയ്ത് കഴിഞ്ഞാലും 2 ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ സവോള ഒക്കെ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതെന്താണ് സംഗതി എന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ഇത് നമ്മുടെ പനങ്കൽക്കണ്ടമാണ് കേട്ടോ. നമ്മുടെ കുഞ്ഞുമക്കൾക്കൊക്കെ നമ്മൾ കഫക്കെട്ടൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും പൈനാപ്പിൾ നീരിൽ പൊടിച്ചൊക്കെ ഇട്ട് നമ്മൾ കൊടുക്കില്ലേ, പനങ്കൽക്കണ്ടമാണ്. നമുക്കത് പാക്കറ്റ് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഞാനതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ഇതിൽ ഇത്തിരി മധുരം വേണം ഈ ചമ്മന്തിക്ക്. അപ്പോൾ അതുകൊണ്ടിട്ട് പഞ്ചസാര മാക്സിമം അവോയ്ഡ് ചെയ്തിട്ട് നമ്മുടെ മക്കൾക്കും കൂടി കൊടുക്കാൻ പറ്റിയ രീതിയിൽ അങ്ങനെ ചെയ്തെടുത്തൊരു ഇതാണ് കേട്ടോ, പെട്ടെന്ന് വൈകുന്നേരത്തേക്ക്. അപ്പോൾ നമ്മുടെ സവോള അരിഞ്ഞത്, അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ നമ്മൾ പൊടിച്ചെടുത്ത പനങ്കൽക്കണ്ടത്തിൻ്റെ പൊടി അതും കുറച്ച് ചേർത്ത് ഒരു പൊടിക്ക് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഒരു ടീസ്പൂണോളം ചൊറുക്ക അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂണോളം 1/4 ടീസ്പൂണോളം ചൊറുക്കയും കൂടി നമ്മൾ ഇതിൽ പിള്ളേർക്ക് എനിക്ക് ഇഷ്ടമാവും. പുളിയും എരിവും ഉപ്പും അതിലെല്ലാം കൂടി ചേർന്നൊരു ടേസ്റ്റ് എല്ലാ മക്കൾക്ക് ഇഷ്ടമാവുന്നതാണ്. എൻ്റെ മക്കൾക്ക് ഇഷ്ടമാണ് കേട്ടോ, അതാണ് ഞാൻ കൂടുതലും പറയുന്നത്. അപ്പോൾ കുഞ്ഞുമക്കൾക്ക് മാത്രമല്ല കേട്ടോ, നമ്മൾ വലിയ ആൾക്കാർക്കും എനിക്കും വളരെ ഇഷ്ടമാണ്. അപ്പോൾ എന്താണ് ഉപ്പിലിട്ട മാങ്ങ പിന്നെ ഇതുപോലെ ചമ്മന്തി വിഭവങ്ങൾ ഇതൊക്കെ ഇഷ്ടപ്പെടാത്ത ആരാണല്ലേ. അപ്പോൾ ഇനി കണ്ടിക്കിഴങ്ങ് അല്ലെങ്കിൽ മധുരക്കിഴങ്ങ് കിട്ടുമ്പോഴത്തേക്കും ഇങ്ങനെ ഈ ഒരു ചമ്മന്തിയും കൂടി ഉണ്ടാക്കിയിട്ട് അതും കൂടി ഒന്ന് ഡിപ്പ് ചെയ്ത് ഒന്ന് കഴിച്ചു നോക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഇനിയും ഈസി റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.